ഞാനൊന്നും ചെയ്തിട്ടില്ല, ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ എന്താണ് മോക്ക് അച്ഛൻ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി വന്നിട്ട് എൻ്റെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പറയും, ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് അച്ഛൻ്റെ മോളായിട്ട് ജനിക്കണം എന്ന് പറയുന്നൊരു സീനുണ്ട്. അപ്പോൾ ആ ചിന്തിക്കണ്ടോ, എൻ്റെ കൈ കണ്ടില്ലേ, ആ സീന് ചില കഥാപാത്രങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോലും വേണം. താലി കെട്ടുന്നത് പിന്നെ കാസർഗോഡ് നിന്നാണെങ്കിൽ മാലിടുക തിരുവനന്തപുരത്ത് നിന്നാണ് ഷോട്ട് വരിക. അതേസമയം നാടകത്തിൽ അങ്ങനെയല്ല. നാടകത്തിൽ ഇപ്പം വേണത്തിന് അറിയാലോ, നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ക്യാരക്ടർ അങ്ങനത്തെ വിട്ട് കഴിഞ്ഞാൽ 2 മണിക്കൂർ അപ്പൊ ആ ഒരു ലഹരി അനുഭവിച്ച ഒരാള് നാടകം വിടൂല. നാടകം എപ്പോഴും നമുക്ക് അത് വേറൊരു രീതിയാണ്. നമ്മൾ ഇപ്പൊ നമ്മൾ എവിടെ പോയിട്ട് എന്തൊക്കെ ഫുഡ് കഴിച്ചാലും അമ്മ ഉണ്ടാക്കുന്ന ഇപ്പൊ മമ്മൂക്കൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, സുരേഷ് ഗോപി സാറിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, ജയറാം, ദിലീപ്, എല്ലാവരും നല്ല ഒരു ഇതാ. ഞാൻ പടത്തിൽ കുറച്ചാണ് അഭിനയിച്ചതെങ്കിലും സീരിയൽ വെച്ച് നോക്കുമ്പോൾ ഫ്രെയിം ടു ഫ്രെയിം ക്ലോസപ്പ് സജഷനൊക്കെ വെക്കുമ്പോൾ മമ്മൂക്കൻ്റെ അത്ര ഞാനും ചെയ്തിട്ടുണ്ടാവും. ലാലേട്ടൻ ഭയങ്കരമായിട്ട് നിർബന്ധിച്ച് അവർ കേൾക്കുന്നില്ല. അപ്പം ബാബയുടെ പ്ലീസ് ഒന്ന് പറ, മക്കൾക്ക് പനിയുന്നത്. അപ്പം എൻ്റെ കയ്യിൽ രാജാവിൻ്റെ മകനിൽ അഭിനയിക്കുന്ന ലാലേട്ടൻ എൻ്റെ മനസ്സിൽ. പക്ഷേ കുട്ടികളച്ഛൻ പറഞ്ഞിട്ട് കേൾക്കുന്നത്. പക്ഷേ അയാൾ നല്ലൊരു പെരുമാറ്റമാണ്. നമ്മളോടുള്ള ബിഹേവിയർ ഉണ്ടല്ലോ, നമ്മൾ പോയപ്പോൾ നമ്മൾ പറഞ്ഞ ആ കഥ കേൾക്കാൻ തയ്യാറാകുക. ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഒരാളാണ് മമ്മൂക്ക. അപ്പോൾ ഒരിക്കലും ഞാൻ താജ് ഹോട്ടലിൽ പോയപ്പോൾ കാണാൻ പോയപ്പോൾ നിങ്ങൾ നടനായില്ലേ, അത് ഏറ്റവും വലിയൊരു കോംപ്ലിമെന്റാ. പെരുന്തച്ചൻ നാടകത്തിൽ അഭിനയിച്ച് ബെസ്റ്റ് ആക്ടറായി കോളേജിൽ പിന്നെ അത് വിസോണിൽ പോയി ആ നാടകം. പിന്നെ അങ്ങനെ വന്ന് ഒരു പ്രൊഫഷണൽ നാടക ട്രൂപ്പിലേക്ക് എൻ്റെ 17ാമത്തെ വയസ്സിൽ വിളിക്കുകയാണ്. അതിൻ്റെ മുന്നേ അവിടെയുള്ള അമേച്ചർ നാടകത്തിൽ, കുരുക്ഷേത്ര നാടകത്തിൽ ഞാൻ ശ്രീകൃഷ്ണനായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. മനുഷ്യനെ പോലെ തന്നെ മനുഷ്യ മനസ്സുകൾ മാറുന്നത് പോലെ തന്നെ ഒരു സെക്കൻഡിൽ തന്നെ മാറുകയാണ് പ്രകൃതി. ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഹായ്, വെൽക്കം ടു ഗാലറിവിഷൻ മീഡിയ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നാടകത്തിലും സീരിയലിലും സിനിമയിലൊക്കെ ഒരുപോലെ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ചന്തു ബാബുരാജ് സാറാണ്. സോ സാർ, ഹായ് സാർ, വെൽക്കം ടു ദി ഷോ. അപ്പോൾ എന്താണ് ഇപ്പോൾ ഓണൊക്കെയായി, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഓണം വളരെ നല്ല രീതിയിൽ അങ്ങനെ വരികയാണല്ലോ. കാരണം വെച്ചാൽ ഒരുപാട് കർക്കിടകം പെയ്തൊഴുകയാണ്. പണ്ട് പറഞ്ഞ കള്ളക്കർക്കിടകം എന്നാണ്. പക്ഷെ ആ കാർമേഘങ്ങളൊക്കെ മാറി പൊന്നോണം പുലരി പിറക്കാൻ പോവുകയാണ്. എത്തി നമ്മുടെ പടിവാതിക്കൽ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ സന്തോഷം ഉണ്ടെങ്കിൽ പോലും എപ്പോഴാണ് ന്യൂനമർദ്ദം വരിക, അന്തരീക്ഷത്തിൽ മാറ്റം വരിക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പണ്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാലവർഷത്തിൻ്റെ കാലഗതി നമുക്ക് മുൻകൂട്ടി കാണാമായിരുന്നു. ഇന്ന് ആകെ മാറിയിരിക്കുകയാണ്. പ്രകൃതി പോലും മാറിയിരിക്കുന്ന ഒരു കാലഘട്ടം. മനുഷ്യനെ പോലെ തന്നെ മനുഷ്യ മനസ്സുകൾ മാറുന്നത് പോലെ തന്നെ ഒരു സെക്കൻഡിൽ തന്നെ മാറുകയാണ് പ്രകൃതി. ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പൊ ലാസ്റ്റ് ചെയ്ത വർക്കുകളൊക്കെ ഏതൊക്കെയായിരുന്നു? സീരിയലിലാണെങ്കിലും സിനിമയിലാണെങ്കിലും? സീരിയല് ഞാൻ വന്നിട്ട് പിന്നെ ചന്ദ്രകീല അലിയുന്നു ചന്ദ്രകാന്തം ചെയ്തു, പരസ്പരം ചെയ്തു, അങ്ങനെയുള്ള കുറേ സീരിയലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യകാലങ്ങൾ. ഇപ്പം കുറച്ച് ഗ്യാപ്പ് ഉണ്ട് എനിക്ക്, ഇടക്കാലത്ത് കുറച്ച് ഗ്യാപ്പുണ്ട്. പിന്നെ ആദ്യകാലങ്ങളിൽ ശ്രീരാമൻ ശ്രീദേവി, ജ്ഞാനാഞ്ജലി, സ്നേഹസീമ, പിന്നെ അതുപോലെ തന്നെ ഒത്തിരി ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ഡയറക്ടർമാരെ കൂടെ വളരെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം എനിക്ക് കൂടുതൽ വർക്ക് തന്നിരിക്കുന്നത് മെരിലാൻഡാണ്. അപ്പോൾ അതിൽ തന്നെ കാർത്തികേയൻ സാറുണ്ട്, മുരുകൻ സാറുണ്ട്. അതിലെനിക്ക് കാർത്തികേയൻ സാറാണ് ഒരുപാട് വർക്ക് തന്നിരിക്കുന്നത്. ദേവി മഹാത്മ്യത്തിൽ തന്നെ ഞാൻ ദേവേന്ദ്രനായിട്ടും പിന്നെ ദണ്ഡപാണിയായിട്ടും പിന്നെ ഒരു കുറവൻ്റെ 4 ഗെറ്റപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ അതിൽ. സാറ് ഒരു വളരെ വാത്സല്യത്തിൽ വിളിച്ചു തരും. വർക്ക് ഇഷ്ടം പോലെ 1000 എപ്പിസോഡ്
ചെയ്തിട്ടുണ്ട്. ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയൊക്കെ അധ്യാപകരാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ ഹൗസ് വൈഫാണ്, അച്ഛൻ അധ്യാപകനാണ്. മലയാളം പണ്ഡിറ്റ്, സംസ്കൃതം പണ്ഡിറ്റ്, അപ്പോൾ തന്നെ വിഷചികിത്സകനും. നല്ല ഇപ്പോഴത്തെ ഒരു നമ്മൾ പറയുകയാണെങ്കിൽ പിന്നെ PG ഉള്ള ഒരു ആയുർവേദ ഡോക്ടറെ 3 ഇരട്ടി ആയുർവേദത്തിൽ കഴിവുള്ള ആളായിരുന്നു എൻ്റെ പിതാവ്. അദ്ദേഹത്തിൻ്റെ 6 മക്കളിൽ ഇളയ മകനാണ് ഞാൻ. അപ്പൊ ഈ നാടകത്തിലാണ് തുടങ്ങിയത്. 6 വയസ്സ് മുതൽ നാടകം ചെയ്തു തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. 6 വയസ്സിൽ കലയിലേക്ക് എൻ്റെ ഗുരുനാഥൻ ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരാണ്. അതായത് പത്മശ്രീ കുഞ്ഞിരാമൻ ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നാട്ടിലെ ക്ലാസ്, ഡാൻസ് ക്ലാസ് തുടങ്ങുന്നത് പൂക്കാട് കലാലയമൊക്കെ വരുന്നതിന് മുമ്പേ തുടങ്ങിയത് ഞങ്ങളുടെ ക്ഷേത്ര ഗോപുരത്തിൻ്റെ മുകളിലാണ്. അപ്പോൾ എൻ്റെ അച്ഛനായിട്ട് വളരെ സൗഹൃദമുള്ള ആളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം കുട്ടികൾക്ക് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെ വീട്ടിൽ വരും. ആ കാലഘട്ടത്തിൽ 50, 60, 50 വർഷം മുന്നേ ഉള്ള ഒരു കാലഘട്ടമാണ്. അന്ന് ഇന്നത്തെ രീതിയൊന്നുമല്ല. അപ്പം ഇന്ന് അവിടെ കുറച്ച് കാപ്പി കഴിക്കലൊക്കെ ഉണ്ടാവും അന്നത്തെ രീതിക്ക് അനുസരിച്ചില്ല. ആ കുറച്ച് സമയം സൗഹൃദം പങ്കിടുന്ന സമയത്ത് എനിക്ക് ആ കുട്ടിക്കാലത്ത് തന്നെ ഈ നൃത്തത്തിനോട് ഒരു താല്പര്യമുണ്ട്. അത് ഇപ്പോൾ ടാലൻ്റ് ആയിരിക്കും. അപ്പം ഗുരുനാഥൻ എന്നെ പഠിപ്പിക്കും. അമ്പിളി മാമൻ്റെ വെള്ളിത്തളികയിൽ തുമ്പപ്പൂ കണ്ടോ ചങ്ങാതി. അതാണ് ഞാൻ എൻ്റെ മുഖത്ത് ആദ്യമായിട്ട് വരുത്തിയ ഭാവം. പിന്നെ ഞാൻ നാടകങ്ങളിൽ പിന്നെ പെരുന്തച്ചൻ നാടകത്തിൽ അഭിനയിച്ച് ബെസ്റ്റ് ആക്ടറായി കോളേജിൽ. പിന്നെ അത് വിസോണിൽ പോയി ആ നാടകം. പിന്നെ അങ്ങനെ വന്ന് ഒരു പ്രൊഫഷണൽ നാടക ട്രൂപ്പിലേക്ക് എന്നെ 17ാമത്തെ വയസ്സിൽ വിളിക്കുകയാണ്. അതിൻ്റെ മുന്നേ അവിടെയുള്ള അമേച്ചർ നാടകത്തിൽ, കുരുക്ഷേത്ര നാടകത്തിൽ ഞാൻ ശ്രീകൃഷ്ണനായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം KT മുഹമ്മദ് സാറ്, വിൽസൺ സാറൊക്കെ വിക്രമൻ നായർ, മലയാള നാടകത്തിലെ ഭീഷ്മാചാര്യരാണ് എൻ്റെ ഗുരുനാഥൻ എന്നാണ് പറയുക. എന്തിൽ? നാടകത്തിൽ. അപ്പോൾ PM താജിൻ്റെ ആൾമാറാട്ടം നാടകത്തിൽ ഇപ്പം അദ്ദേഹത്തിൻ്റെ ഇപ്പം കോഴിക്കോട് നാരായണൻ നായരില്ല, അദ്ദേഹമാണ് എൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത്. അതിൽ ഞാൻ ആയിരക്കണക്കിന് സ്റ്റേജുകൾ. താജുക്ക ഉണ്ടായിരുന്നു. താജുക്ക അതിലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അതിൽ ആൾമാറാട്ടം ബിനോയി ആയിട്ട്. ഇപ്പം പലരും ചോദിക്കുന്നത് ഇത്ര ചെറുപ്പത്തിലേ ഒരു കുട്ടിയെ നാടകത്തിലേക്ക് വിടുക എന്ന് പറയും. ഇപ്പം ഞാൻ ഈ വയസ്സിൽ വന്ന് നിൽക്കുമ്പോഴാണ് കൊള്ളാലോ, ഞാൻ മോശം ഞാനത് ഉപയോഗപ്പെടുത്തിയില്ലല്ലോ എന്ന് എനിക്ക് തോന്നുകയാണ്. എനിക്കിപ്പം തെറ്റില്ല. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും നാടകത്തിലേക്ക് തന്നെ പോകണമായിരുന്നു ആഗ്രഹം. അതെ, ഞാൻ പഠിക്കുമ്പോൾ വേറെ പ്രൊഫഷൻ ഇങ്ങനെ ആയിരിക്കണം, ഡോക്ടർ, അങ്ങനെ ഒരു ആഗ്രഹം. ഞാനൊരു അധ്യാപകനാവും എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ ദക്ഷിണ ഭാരതി പ്രേയ സഭയിലും പോയിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാവരും അതാണല്ലോ, അച്ഛൻ രാവിലെ തന്നെ സ്കൂളിൽ പോകുന്നതാണെന്ന് കണ്ടിട്ട് കാണാം. പിന്നെ ഫാമിലി എല്ലാവരും അധ്യാപകന്മാരാണ്. പിന്നെ എൻ്റെ ഏട്ടൻ പ്രൊഫസറാണ്. നാടകത്തിലേക്ക് വന്നത് ആരുമില്ല. നാടകത്തിലേക്ക് വന്നിട്ട് ആരുമില്ല. ഞാനാണ് നാടകത്തിലേക്ക് വന്നത്. പക്ഷേ അമ്മയ്ക്കൊക്കെ ഇഷ്ടമാണ് ഞാൻ ശ്രീകൃഷ്ണനായി വരുന്നതൊക്കെ കാണാൻ. അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല മേജർ വേഷങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പുരാണ കഥാപാത്രങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്തോ ഈശ്വരാധീനം കൊണ്ട് ഒരു ഗെറ്റപ്പ് ഉണ്ടാവും. മേഡത്തിന് കാണാൻ പറ്റും ചിലപ്പോൾ. അത് എൻ്റെ ആൽബം നോക്കുന്ന സമയത്ത് കാണാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളെ ഏഷ്യാനെറ്റിലും പിന്നെ സൂര്യയിലും അമൃതയിലൊക്കെ വന്നിട്ടുള്ള കുറേ എപ്പിസോഡുണ്ട്. ഞാൻ പടത്തിൽ കുറച്ചാണ് അഭിനയിച്ചതെങ്കിലും സീരിയൽ വെച്ച് നോക്കുമ്പോൾ ഫ്രെയിം ടു ഫ്രെയിം, ക്ലോസപ്പ്, സജഷനൊക്കെ വെക്കുമ്പോൾ മമ്മൂക്കേൻ്റെ അത്ര ഞാനും ചെയ്തിട്ടുണ്ടാവും. കാരണം അങ്ങനെയൊക്കെ ആ ഒരു അഹങ്കാരം. കാരണം വെച്ചാൽ കുഞ്ഞു ഫ്രെയിമിൽ ഞാൻ അവരൊക്കെ ചെയ്ത പോലെ തന്നെ വലിയ ഫിലിം ചെയ്ത പോലെ തന്നെയുള്ള നമുക്ക് കലാകാരൻ എന്ന് പറയുമ്പോൾ ചെറുത് വലുതെന്നില്ലല്ലോ കല. അപ്പോൾ ഇതിൽ ഇപ്പം സീരിയലാണെങ്കിൽ ഒരുപാട് എപ്പിസോഡ് ഉണ്ടാവില്ല. 1000 എപ്പിസോഡിൽ എത്ര ഷോട്ട് വരും? ഒത്തിരി ഇല്ലേ? അപ്പോൾ അങ്ങനെ ഞാനെന്ത് സമാധാനം കണ്ടെത്തും. കാരണം മാസ് ഡയലോഗൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഓരോ കലാകാരനും എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. അല്ലേ? ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. അതിൽ നിന്നാണല്ലോ ഇത് വരുന്നത്. ഇപ്പോൾ ഒരാൾ നല്ല വസ്ത്രം ധരിക്കുന്നത്, അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രസംഗിക്കുന്നു, അയാളിലേക്ക് ശ്രദ്ധ വരണം എന്നുള്ള രീതിയിൽ നിന്നാണല്ലോ അഭിനയം വരുന്നത്. അങ്ങനെ കുറെ എല്ലാവരും നല്ല പെരുമാറ്റം. പഠനത്തിൽ പോകുന്ന സമയത്ത് ഞാൻ പ്രൊഫഷണൽ നാടകത്തിൽ പോകാറുണ്ടായിരുന്നു. ഞാൻ സ്റ്റേജ് ഇന്ത്യയിലാണ് 5 കൊല്ലം വർക്ക് ചെയ്തത്. സ്റ്റേജ് ഇന്ത്യ എന്ന് പറഞ്ഞ ട്രൂപ്പില്. വേറെ അമേച്ചർ അപ്പോൾ പൂക്കാട് കലാലയം, ശക്തി തിയേറ്റേഴ്സ് കുറുവങ്ങാട്, പിന്നെ അതുപോലെ തന്നെ ചിത്രശാല, അങ്ങനെയുള്ള അമേച്ചർ നാടകങ്ങളിൽ അവരൊക്കെ നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ പ്രൊഫഷണൽ നാടകം വേറെയാണ്. അമേച്ചർ നാടകത്തിൽ നമുക്ക് അമേച്ചറെന്നും പ്രൊഫഷണലൊന്നും ഞാൻ വേർതിരിക്കുന്നില്ല ശരിക്കും. ഞാൻ എപ്പോഴും എൻ്റെ ഗുരുനാഥന്മാരോട് പറയും, എന്താണ് അമേച്ചർ, എന്താണ് പ്രൊഫഷൻ എന്ന് പറയുന്നത്. പ്രൊഫഷൻ വെച്ചാൽ അത് നമ്മൾ പ്രൊഫഷനായി തിരഞ്ഞെടുക്കും, അത് നമ്മളെ തൊഴിലായിട്ട് എടുക്കുന്നു എന്നുള്ളതാണ്. അമേച്ചറിൽ അഭിനയിക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു ടീച്ചറായി അഭിനയിക്കുന്ന സമയത്ത്
അങ്ങനെ തന്നെയല്ലേ അത് വരിക. ഞാനും ഡ്രാമ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും ഇങ്ങനത്തെ ഒരു കൺഫ്യൂഷനിലായിരുന്നു ആദ്യം. പ്രൊഫഷണലും ഈ പറഞ്ഞ അമേച്ചറൊക്കെ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. സ്കൂൾ ഓഫ് ഡ്രാമയിലെ പഠിച്ചതൊക്കെ. അതെ, അതപ്പോൾ അവിടത്തുള്ള ആണല്ലോ ഇവരൊക്കെ തന്നെ. നമ്മൾ ആരാണ്, പിന്നെ ശ്രീയൻ ശ്രീവത്സൻ സാറ്, കുക്കു പരമേശ്വരൻ, അതുപോലെ തന്നെ ഏറ്റവും വലിയ ഡയറക്ടർ എന്താണ് നമ്മളെ MP-യുടെ മകൻ ശ്യാമപ്രസാദ് സാറ്, അവരൊക്കെ നല്ല രീതിയിലുള്ള ഒരു ഗ്രൂപ്പായിരുന്നു. ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിലേക്ക് വേണ്ടി ശ്രമിച്ചിരുന്നു, പക്ഷെ ഞാൻ പ്രൊഫഷണലിലേക്ക് പോയി. അപ്പം അമേച്ചറൊന്നും പ്രൊഫഷണലൊന്നും വേർതിരിക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. അഭിനയത്തിൽ അങ്ങനെയൊന്നുമില്ല. സീരിയൽ സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിലും പെർഫോമൻസ് ആണ്, ആ ക്യാരക്ടറായി നമ്മൾ മാറുക എന്നുള്ളതാണ്. എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത്. അത് ശരിയാണോ തെറ്റാണെന്ന് എനിക്കറിയില്ല. എൻ്റെതായ ലോകത്ത് ഞാൻ ഒരു രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെയാണ്. ഈ നാടകത്തിൽ നിന്ന് സീരിയലിലേക്കുള്ള ഒരു യാത്ര എങ്ങനെയാണ്? അതായത് നാടകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് സീരിയലിലേക്ക് എത്തിപ്പെട്ടത്? സീരിയലിലേക്ക് നാടകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് രൂപവാണി എന്ന് പറഞ്ഞ അന്നൊരു സ്റ്റുഡിയോ തിരുവനന്തപുരത്ത് ഉണ്ട്. അതിൽ കടത്തനാട്ടമ്മ എന്ന് പറയുന്ന വടക്കംപാട്ട് കഥ സീരിയലാക്കുകയാണ്. ഈ സമയത്താണ് ഞാൻ ദൂരദർശൻ കാഷ്വൽ ആർട്ടിസ്റ്റിൻ്റെ പ്രിലിമിനറി ടെസ്റ്റ് കഴിഞ്ഞിട്ട് വീഡിയോ ടെസ്റ്റിന് പോകുന്നത്. ആ വീഡിയോ ടെസ്റ്റിൽ ജഡ്ജിമാരായിട്ടുള്ളത് മാവേലിക്കര പൊന്നമ്മ ചേച്ചിയും ജോർജ് ഗിത്തു സാറായിരുന്നു. അപ്പോൾ അവരിങ്ങനെ കൊച്ചു കൊള്ളാമല്ലോ, ഈ ഇങ്ങനെയൊരു സംഭവമുണ്ട്, പിന്നെ അഡ്രസ്സ് തരണം, പിന്നെ PA ബക്കറിന് ഞാൻ ബക്കർ സാർക്ക് PA ബക്കർ സാറിന് ഇത് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം പിന്നെ സ്റ്റേജ് ഇന്ത്യയുടെ നമ്പർ ഞാൻ ഇവർക്ക് കൊടുക്കും, മാവേലിക്കര പൊന്നമ്മ ചേച്ചിക്ക് കൊടുത്തു. പക്ഷേ സീനിയർ മോസ്റ്റ് എത്രയോ എൻ്റെ അമ്മയൊക്കെ ജനിക്കുന്നതിന് മുന്നേ അഭിനയം തുടങ്ങിയിട്ടുള്ള അമ്മയാണ്. കേട്ടിട്ടില്ലേ മാവേലിക്കര പൊന്നമ്മ ചേച്ചി? കോട്ടയം ശാന്തേച്ചിക്കുണ്ട് ആ സീരിയൽ. അങ്ങനെ അതിൽ വന്നിട്ട് ഒരു ദിവസം വിക്രമേട്ടൻ എന്നെ വിളിക്കുന്നു, വേഗം തിരുവനന്തപുരത്തേക്ക് വിട്ടോ, അവിടെ വൈദ്യുതി നഗറിൽ PA ബക്കർ ഇതാണല്ലോ, ലെജൻഡാണല്ലോ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും കബനി നദി ചുവന്നപ്പോൾ ചാരം എന്നൊക്കെ ഉള്ള പടങ്ങളൊക്കെ എടുത്ത് വളരെ നാഷണൽ അവാർഡൊക്കെ വാങ്ങിയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിനെ ചെന്ന് കാണാൻ മലയാള നാടകത്തിലെ പ്രഗത്ഭമതിയായ വിക്രം നായർ വിളിച്ചു പറയുന്നത്. അപ്പോൾ അവിടെ പോയപ്പം വൈദ്യുതി നഗറിലാണ് സംസാരിച്ചപ്പോൾ കടത്തനാട്ടമ്മ എന്ന് പറഞ്ഞ സീരിയലാണ് അതിലെ നായക വേഷം. ചന്തു. നായിക ശാന്തി കൃഷ്ണയാണ്, എൻ്റെ ആദ്യ നായിക ശാന്തി കൃഷ്ണയാണ്. അതിൽ ഞാൻ അങ്ങനെ എനിക്കതിൽ സെലക്ഷൻ കിട്ടുന്നു. അങ്ങനെ ഞാനത് അതൊരു ഓഫ് സീസണിലാണ് എന്ത് വന്നത്, ഷൂട്ടിംഗ് വന്നത്. അപ്പോൾ എനിക്കതിൽ പങ്കെടുക്കാൻ പറ്റി. വാൾപ്പായിട്ടൊക്കെ വേണ്ടിയിരുന്നു. അതിൽ മാവേലിക്കര പൊന്നമ്മ ചേച്ചി, പിന്നെ വേറൊരു ജഗന്നാഥ വർമാജി, ബഹദൂർക്ക, ഇവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞാണ്ടിയേട്ടൻ, അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കുഞ്ഞാണ്ടിയേട്ടൻ, കോഴിക്കോട് കുഞ്ഞാണ്ടിയേട്ടൻ എന്ന് പറഞ്ഞ നടൻ, പാവനഗരീതനായ നടൻ, സത്യം മാഷ ചാപ്പനായി, ലാലേട്ടൻ്റെ ചാപ്പനായി, പിന്നെ എൻ്റെ ചാപ്പനായി. ഞാൻ തച്ചോളി തറവാട്ടിലാണല്ലോ, തച്ചോളി ഓതേൻ്റെ മകൻ കടത്തനാടൻ അമ്പാടി വരുന്ന സമയത്ത് ലാലേട്ടനാണ് അമ്പാടിയിൽ കടത്തനാടൻ അമ്പാടിയായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ അവരെ ചാപ്പൻ. പിന്നെ ദേനക്കുറുപ്പിൻ്റെ മരുമകനായിട്ട് തച്ചോളി മരുമകൻ കുഞ്ഞിച്ചന്തു ഞാൻ. അപ്പോൾ എൻ്റെ ചാപ്പനായിട്ട്, എൻ്റെ കൂടെ ചാപ്പനായിട്ട് അദ്ദേഹം നല്ല ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആകാശവാണി A ഗ്രേഡ് ആർട്ടിസ്റ്റാണ്. എന്തോ ഒരു ഭാഗ്യത്തിൽ ഒരുവിധം പ്രഗത്ഭമതികളായിട്ടുള്ള ആർട്ടിസ്റ്റുകളായിട്ട് അഭിനയിക്കാൻ നമുക്ക് അവസരം, അത് വലിയ ഭാഗ്യമായിട്ട് കാണുന്നത്. ഇപ്പം മമ്മൂക്കൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, സുരേഷ് ഗോപി സാറിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, ജയറാം, ദിലീപ്, എല്ലാവരും നല്ല സീരിയലിൽ കയറിയതിനു ശേഷം പിന്നെ നാടകത്തിലേക്ക് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നോ? പിന്നെ ചെയ്യും. നാടകം എപ്പോഴും നമുക്ക് അത് വേറൊരു രീതിയാണ്. നമ്മൾ ഇപ്പൊ നമ്മൾ എവിടെ പോയിട്ട് എന്തൊക്കെ ഫുഡ് കഴിച്ചാലും അമ്മ ഉണ്ടാക്കുന്നത്, ഏത് വലിയ ഹോട്ടലിൽ നിന്നും 5 സ്റ്റാർ എന്നൊക്കെ നമ്മൾ കഴിച്ചാലും നമ്മൾ അമ്മ തരുന്ന ഫുഡ് പോലെയാണ് നമ്മളെ നാടകം. മേഡത്തിനോട് ഞാനത് പറയേണ്ട ആവശ്യമില്ല, സ്കൂൾ ഓഫ് ഡ്രാമയുടെ പ്രോഡക്റ്റ് ആണ് നിങ്ങൾ, അല്ലേ? അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഒരു കഥാപാത്രം. ഈ ലൈവായിട്ടുള്ള ഓഡിയൻസിന് മുമ്പിൽ കിട്ടുന്ന ഒരു
നമുക്ക് അന്നേരം തന്നെ നമ്മളിപ്പോ ഫിലിമിലാണെങ്കിൽ താലി കെട്ടുന്നത് പിന്നെ കാസർഗോഡ് നിന്നാണെങ്കിൽ മാലിടുക തിരുവനന്തപുരത്ത് നിന്നാണ് ഷോട്ട് വരിക. അതേസമയം നാടകത്തിൽ അങ്ങനെയല്ല. നാടകത്തിൽ ഇപ്പൊ വേണത്തിന് അറിയാലോ, നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ക്യാരക്ടർ അങ്ങനത്തെ വിട്ട് കഴിഞ്ഞാൽ 2 മണിക്കൂർ അപ്പൊ ആ ഒരു ലഹരി അനുഭവിച്ച ഒരാള് നാടകം വിടൂല. അല്ലേ? അതാണ് അതിന്റെ മറ്റേ നമ്മൾ ഷോട്ട് എടുത്ത് നമുക്ക് നിന്ന് അഭിനയിക്കാൻ നമ്മൾ അതായി ഓരോ വിങ്ങല് ഇങ്ങനെ ഇതാക്കാം. അപ്പം ഞാനൊരു കുഞ്ഞുണ്ണി തമ്പുരാൻ എന്ന് പറഞ്ഞൊരു നാടകത്തിൽ മെയിൻ വേഷം അഭിനയിച്ചിട്ടുണ്ട്. കുഞ്ഞുണ്ണി തമ്പുരാൻ നാടകത്തില് എൻ്റെ കാലത്തിന് ഞാൻ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോവിലൊക്കെ ഗവൺമെന്റ് എടുക്കും. എൻ്റെ മോനെ അച്ഛൻ ജോലിയില്ല, എൻ്റെ കെട്ടുപ്രായത്തിയ മോളുണ്ട്, ഒന്നും നടക്കും, വളരെ ദാരിദ്ര്യം. ഞങ്ങളെ കോവിലകത്തെ കാര്യസ്ഥന്റെ വീട്ടിൽ നിന്ന് അവിടുത്തെ കഞ്ഞിവെള്ളം കൊണ്ടുവന്നിട്ട് വേണം എനിക്ക് കഞ്ഞി കുടിക്കാൻ. അങ്ങനത്തെ ഒരു അവസ്ഥ, പേരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു മോള് പിന്നെ ഈ കാര്യസ്ഥന്റെ മകളാൽ അപമാനിതര ആവുകയും അവള് അയാളെ കൊലപ്പെടുത്തിയിട്ട് പോലീസ് വന്ന് ഇവിടെ ജയിലിലേക്ക് കൊണ്ടുപോവുക. റിഹേഴ്സലൊന്നും അഭിനയിച്ചിട്ടില്ല അന്നേരം. ആ കുട്ടി അത്ര രീതിയിൽ അഭിനയിച്ചില്ല. അപ്പം ഞാനിങ്ങനെ മോളെടുത്തിട്ട് ഇങ്ങനെ വിറച്ച് വളരെ 95 വയസ്സുള്ള ഒരു ക്യാരക്ടറാണ്, വൃദ്ധനായിട്ടുള്ള. ഞാനൊന്നും ചെയ്തിട്ടില്ല, ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ എന്താണ് മോക്ക് അച്ഛൻ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി വന്നിട്ട് എൻ്റെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പറയും, ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് അച്ഛൻ്റെ മോളായിട്ട് ജനിക്കും എന്ന് പറയുന്നൊരു സീനുണ്ട്. അപ്പോൾ ആ ചിന്തിക്കണ്ടോ, എൻ്റെ കൈ ഉണ്ടല്ലേ, ആ സീന് ചില കഥാപാത്രങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോലും വേണം. അതാണ് ഡ്രാമ എന്ന് പറയുന്ന ഒരു പ്രത്യേകത. ആ കുട്ടി ഞാൻ അവളുടെ അച്ഛനായി മാറി, അവളുടെ മകളായി പരിപൂർണമായിട്ട് മാറിയ ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. അപ്പം അതിപ്പം പറയുമ്പോൾ കണ്ടില്ലേ, ഇതിപ്പം ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ ക്യാരക്ടർ പറയുന്ന സമയത്ത്. അപ്പൊ ഈ സീരിയലിൽ ഇപ്പൊ പുരാണ കഥാപാത്രങ്ങൾ ചെയ്ത് എനിക്ക് തോന്നുന്നു ദേവേന്ദ്രനായിട്ട് അഭിനയിച്ചതിന് ശേഷം പിന്നീട് അങ്ങോട്ട് പുരാണ കഥാപാത്രങ്ങൾ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആണ് കൂടുതൽ ചെയ്തു തുടങ്ങിയത്. അതിനെന്തെങ്കിലും പ്രത്യേക കാരണം ഉണ്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? അതിപ്പോൾ ആ വേഷം കെട്ടുന്ന സമയത്ത് ഇപ്പോൾ ഇതിൻ്റെ ആൾക്കാർ ഇപ്പോൾ ദേവേന്ദ്രൻ്റെ ഒരു വേഷം കെട്ടുന്ന സമയത്ത് അത് ദൈവം തരുന്നൊരു ഗിഫ്റ്റാണ് നമുക്ക്. ആ ഒരു വേഷപ്പകർച്ച വരുന്നു എന്നുള്ളതാണ്. നമ്മൾ തെലുങ്കുന്നും തമിഴിൽ നിന്നൊക്കെ വരുന്ന ആർട്ടിസ്റ്റുകളെ കൂടിയാണ് മലയാളത്തിൽ കോഴിക്കോട് ജില്ലയിൽ ചേമഞ്ചേരി പഞ്ചായത്തിൽ 2ാം വാർഡിലുള്ള ആള് വന്നിട്ട് അഭിനയിച്ചു പോകുന്നത്. ഫ്ലൈറ്റിലൊക്കെ വന്ന് ഭയങ്കര രീതിയിലൊക്കെ വരുന്ന ഇന്ത്യയിലുള്ള നടന്മാരെ കൂടെയാണ്. അപ്പൊ ശിവനായിട്ടും വിഷ്ണുവായിട്ടും ഒക്കെ അഭിനയിക്കുന്നവരില്ലേ, അവിടെ ദേവേന്ദ്രനായിട്ട് ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ വലിയൊരു ഭാഗ്യമാണ്. കാരണം എത്രയോ എപ്പിസോഡുകൾ, അതും മെരിലാൻഡ് പോലത്തെ ലെജൻഡായിട്ടുള്ള പ്രൊഡക്ഷൻ കമ്പനിയിലെ, അതും പിന്നെ സുബ്രഹ്മണ്യം മുതലാളിയുടെ മക്കള്, അതായത് കാർത്തികേയൻ സാറും മുരുകൻ സാറും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർ ലളിതാരാഗിണി പത്മിനിമാരുടെ ഒക്കെ, അതുപോലെ സത്യം മാഷ്, പ്രേംനസീർ സാർ, ഇവരൊക്കെ പടത്തിൽ ചെയ്തിട്ടുള്ള അവരെ മുന്നിലാണ് നമ്മൾ ഈ വേഷം കെട്ടിയിട്ട് ആടുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈശ്വരാനുഗ്രഹം, ഭഗവാൻ എനിക്ക് പത്മനാഭസ്വാമിയുടെ മണ്ണെന്നാണ് കൂടുതൽ വർക്ക് കിട്ടിയത്. എനിക്ക് രാജസേന സാറാണ് പാവം, ഒരിക്കലും മറക്കാൻ പറ്റില്ല. അദ്ദേഹം എനിക്ക് ഇതികാറിൽ മെയിൻ വില്ലൻ വേഷം തന്നത് രാജസേന സാറാണ്. രാജസേന സാർ ഒരുപാട് നടീനടന്മാർക്ക് മലയാള നാടകവേദിയിൽ ഒരുപാട് കലാകാരന്മാർക്ക് അവസരം കൊടുത്ത ഒരാളാണ്. വളരെ വാത്സല്യത്തോടു കൂടി സ്നേഹത്തോടു കൂടി തന്നെ എന്നോട് പെരുമാറിയിട്ട് നമ്മളെ എന്താക്കൂല, ടെൻഷൻ അടുപ്പിക്കില്ല. ചന്തു അതിനാണെന്ന് പറഞ്ഞിട്ട് അതൊന്നും അദ്ദേഹത്തിന് മറക്കാൻ ഒരിക്കലും നമ്മളെ ജീവിതയാത്രയില്ല. എത്ര ഇതായാലും നമ്മളൊരു നടനാക്കി മാറ്റിയില്ലേ. അതിപ്പം ഒരച്ഛന് ഒരു ജന്മം തന്ന അച്ഛനെ പോലെ തന്നെയുള്ള വേറെ മലയാള സിനിമയിലേക്ക് അതും ആ കാലഘട്ടത്തിൽ ജയറാം അത്രയും പോപ്പുലറായി മലയാള സിനിമ അടക്കി ഭരിക്കുന്ന സമയത്താണ് ഞാൻ അയാളെ ഓപ്പോസിറ്റായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ അതിന് അദ്ദേഹം ധൈര്യം കാണിച്ചല്ലോ. കാരണം വെച്ചാൽ എനിക്ക് അതൊരു ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടൊന്നും വരില്ലല്ലോ, മലയാള പ്രൊഫഷണൽ നാടകത്തിൽ നിന്ന് കയറി വരില്ലേ. അത് ഒരു വലിയൊരു സന്തോഷമാണ്. പിന്നെ എല്ലാവരും തന്നെ ഇപ്പോൾ ലാലേട്ടനായിട്ട് കുറേ നേരം സംസാരിച്ചിട്ടുണ്ട് ഒരു കഥ, നല്ലൊരു കഥ. അപ്പോൾ എന്നോട് പറഞ്ഞു സിബി മലയ് സാറിനെ ഫാസിൽ സാറിനെയോ സിബി മലയ് സാറിനെയോ കാണിക്കാനാണ് പറഞ്ഞത്. അത് ബാബു സാറിൻ്റെ വീട്ടിൽ നിന്ന്. അന്ന് നമ്മളെ മായ മോളിൽ ഇപ്പം അഭിനയിക്കുന്നത് വിസ്മയ എന്ന മകളെ, ലാലേട്ടൻ്റെ മോളെ പേര് മായയും മോനിലെ അപ്പു, അവർ ചെറിയ മക്കളാ. എനിക്ക് അതിനെപ്പറ്റി ഒരു യാർഡിൽ ഉണ്ടാവില്ല ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന പേരിനോട് പെട്ടെന്ന് വിട്ടു.
അതിൽ കൂടി ഇങ്ങനെ ഓടിക്കളിക്കുക മക്കള്. ലാലേട്ടൻ ഭയങ്കരമായിട്ട് നിർബന്ധിച്ച് അവർ കേൾക്കുന്നില്ല. അപ്പം ബാബുയുടെ പ്ലീസ് ഒന്ന് പറ, മക്കൾക്ക് പനി. അപ്പം എൻ്റെ കയ്യിൽ രാജാവിൻ്റെ മകനിൽ അഭിനയിക്കുന്ന ലാലേട്ടൻ എൻ്റെ മനസ്സിൽ. പക്ഷേ കുട്ടികളച്ഛൻ പറഞ്ഞിട്ട് കേൾക്കുന്നത്. പക്ഷേ അയാൾ നല്ല പെരുമാറ്റമാണ്. നമ്മളോടുള്ള ബിഹേവിയർ ഉണ്ടല്ലോ. നമ്മൾ പോയപ്പോൾ നമ്മൾ പറഞ്ഞ ആ കഥ കേൾക്കാൻ തയ്യാറാകുക. കാരണം ഞാൻ ആരാണ് എന്താണെന്ന് കൂടെ അദ്ദേഹം അറിയില്ല. അദ്ദേഹം എത്രയോ അല്ലേ. അപ്പോൾ എന്നോട് പറഞ്ഞു എവിടെയോ കണ്ട് പരിചയം. അപ്പം ഞാൻ സീരിയൽ അങ്ങനെ പറയാനുണ്ടോ ഞാൻ ആരോടും പറയൂല. ഞാൻ നടനാണ് ആദ്യം പറയൂല. ആരെയും കണ്ടിട്ട് തിരിച്ചത് എവിടെയോ ഭയങ്കര കള്ളനെ നോക്കുന്ന പോലെ ഇങ്ങനെ നോക്കുമ്പോൾ പിന്നെ ഞാൻ പറയും. അപ്പോൾ അല്ലാതെ അതാണ് ഒരാൾ നമ്മൾ അങ്ങോട്ട് പറഞ്ഞിട്ട് ഞാൻ നടനാന്ന് പറയുന്നതിനെക്കാട്ടും നല്ലത് നിങ്ങൾ ആർട്ടിസ്റ്റ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം. അതാണ് ഇത്. ആദ്യത്തെ സിനിമ ഏതായിരുന്നു? ഇപ്പൊ സീരിയലൊക്കെ തുടങ്ങിയതിന് ശേഷം ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞാല് ഞാൻ സീരിയലിലേക്ക് വരുന്നതിന്റെ മുന്നേ കൊയിലാണ്ടി ഗവൺമെന്റ് കോളേജിൽ പഠിക്കുമ്പോൾ ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞില്ല. അപ്പൊ എന്റെ പ്രൊഫസർ സുധാകരൻ സാറിനോട് വളരെ വാത്സല്യം. ആ സമയത്താണ് PG വിശ്വംഭരൻ സാറ്, അഗസ്റ്റിൻ പ്രകാശ് സാറെല്ലാം കൂടി ചേർന്നിട്ട് ഒരു പടം ഇവിടെ ഈ തീരത്ത്. അതിൽ വന്നിട്ട് റഹ്മാൻ നായകൻ, രോഹിണി നായിക, പിന്നെ ശ്രീവിദ്യ അമ്മ, മധു സാറ്, ജോസ് പ്രകാശ് സാറ്, ഇന്നസെന്റ് ചേട്ടനൊക്കെ ഉണ്ടെന്ന്. പിന്നെ അതുപോലെ കള്ളം പവിത്രൽ, ബീന, ഇവരൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കഥാപാത്രം. ഞങ്ങളെ കോളേജ് സ്റ്റുഡൻസ് വേണം, എഫിഷ്യൻ്റ് ആയിട്ടുള്ള കോളേജ് സ്റ്റുഡൻറ്റ് വേണം. ഈ അടുത്ത് മരിച്ചുപോയി സന്തോഷ് അത് ഏട്ടൻ അതിൻ്റെ വില്ലനാണ്. ജെയിംസും ഉണ്ട്, വേറൊരു വിഭാഗം. ഞങ്ങൾ ഇവരെ കൂടെ റഹ്മാനെ കണ്ടു. അപ്പം 2000 വിദ്യാർത്ഥികളെ എറണാകുളം പോളർക്കുളം ടൂറിസ്റ്റ് ഹോമിൽ വെച്ചിട്ട് ഇന്റർവ്യൂ ചെയ്ത് 15 ആളെ സെലക്ട് ചെയ്തതിൽ ഒന്ന് ഞാൻ. അതെനിക്ക് 17 വയസ്സുണ്ടാവും. അപ്പോൾ പോളക്കുളം ടൂറിസ്റ്റ് ഹോമിൽ വെച്ചത് അത് അഗ്രികൾച്ചർ കോളേജ് മണ്ണൂത്തി, തേവര കോളേജ് എറണാകുളം. അപ്പം ഞാൻ മലയാള സിനിമയിൽ ആദ്യമായിട്ട് പറയുന്ന ഡയലോഗ് റഹ്മാനോട്, എന്താ ആശാനെ വീട്ടിൽ നിന്നല്ലേ വരുന്നത്, പിന്നെന്താ അത്ര വിശപ്പെന്ന്. അപ്പം തന്നെ എന്നോട് PG വിശ്വംഭരൻ സർവത്താൻ കോഴിക്കോട്ടുകാരനാണ്. ആ സ്ലാങ് കേട്ടപ്പോൾ അപ്പം തന്നെ ചോദിച്ചു. പക്ഷെ അവരൊക്കെ എന്നിട്ട് ആ ഷൂട്ടിങ് കഴിഞ്ഞ് പോകുമ്പോൾ അദ്ദേഹം ഞങ്ങളെയൊക്കെ വിളിച്ചു വരും. നിങ്ങളൊക്കെ എല്ലാവരും റഹ്മാനെ പോലെ തന്നെ നല്ല മിടുക്കന്മാരാണ്. ഈ ഒരു ഫയർ അദ്ദേഹം വഴക്ക് പറയും. അതാ വർക്കിൻ്റെ ഒരു മൂഡ് പറയുന്നതാണെന്ന് മാത്രമേ എടുക്കാവൂ എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ. അപ്പോൾ ഇത്രയും ക്രൗഡും കോളേജും പിന്നെ ടെൻഷൻ ഒന്നുമില്ല. നമ്മളൊരു എന്തോ നമ്മൾ കുട്ടികളെ ഒന്നിച്ചൊന്നിച്ചല്ലേ. നമുക്കിതൊരു ഇതില്ലല്ലോ. ഒറ്റയ്ക്ക് വെച്ചിട്ട് അല്ല, ഒറ്റയ്ക്ക് വെച്ച് ഫ്രെയിം വെച്ചിട്ട് ഇതിലിങ്ങനെ പറയൂ അങ്ങനെ വന്ന് അങ്ങനെയല്ല ചിന്താവും അപ്പൊന്നും പറയുന്നില്ലല്ലോ. കോമൺ ആയിട്ട് ഗുലാബ്സ് പറയുമ്പോൾ ആ കൂട്ടത്തിൽ വിളിക്കുക. അത് നല്ലൊരു ഇതായിരുന്നു. ഇപ്പൊ സീരിയലിൽ ഒറ്റയ്ക്കൊക്കെ ഇപ്പം ഫ്രെയിം വെക്കുമല്ലോ. ഇപ്പൊ നാടകമാകുമ്പോൾ എല്ലാരും ഇങ്ങനെ ബാക്കിലൊക്കെ ഉണ്ടാവുമെങ്കിലും ഈ സീരിയലിലൊക്കെ ഒറ്റയ്ക്ക് ഒരു ഫ്രെയിം വെക്കുമല്ലോ, ഇൻഡിവിജ്വൽ ഒക്കെ ആയിട്ട് ഫ്രെയിം വെക്കുമല്ലോ. അപ്പൊ ടെൻഷൻ ഉണ്ടാവാറുണ്ടോ? ഇല്ല, ടെൻഷൻ ഉണ്ട്. അത് ഡയറക്ടർ എങ്ങനെയാണോ നമ്മ ടെൻഷൻ പകരുക വെച്ചാൽ ഇതൊരു ടീം വർക്കല്ലേ. അപ്പൊ എപ്പോഴും ഒരു ആർട്ടിസ്റ്റ് എപ്പോഴും എന്തായിരിക്കണം, ഒരു ഹാപ്പി ആയിരിക്കണം. അയാൾ മെൻ്റലി ആൻഡ് ഫിസിക്കലി അദ്ദേഹത്തെ ഫ്രീ ആയിട്ട് വേണം. ഫീമെയിൽ ആയാലും മെയിലായാലും. മനസ്സിലായില്ലേ? എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. അപ്പം നമുക്ക് ടെൻഷൻ്റെ പ്രശ്നം വരുന്നില്ല. അപ്പോൾ ഒരു ഡയറക്ടറും ആർട്ടിസ്റ്റും തമ്മിൽ ഒത്തുപോകുന്നില്ലെങ്കിൽ അവിടെ എന്ത് ക്ലാഷുകൾ വരും വെച്ചാൽ എപ്പോഴും ഈഗോ വർക്കൗട്ട് ചെയ്യാൻ എനിക്കുണ്ടായ നമ്മളെ പർപ്പസ് വിളിച്ച് പറയുകയാണോ, ചിലപ്പോൾ സാർമാർ അങ്ങനെ പറയായിരിക്കില്ല, അതിൻ്റെ പെർഫെക്ഷന് വേണ്ടി പറയുകയായിരിക്കും. ഈ കലാകാരന്മാർ എന്ന് പറയുന്ന സമയത്ത് സെൻസിറ്റീവ് ആയിരിക്കും ഇവർ ഭയങ്കരം. അതുകൊണ്ടാണെന്നാണ്, അതായത് പെട്ടെന്ന് അവർ വികാരത്തിന് അടിമപ്പെട്ടു പോകും. മറ്റുള്ളൊരു സ്വർണ്ണക്കച്ചവടക്കാരനെ പോലെ, ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനെ പോലെ ഒന്ന് പട്ടാളക്കാരെ, പോലീസ് ഓഫീസർ പോലെ ഒന്നായിരിക്കും ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഫ്ലക്സ് പെട്ടെന്ന് വികാരത്തെ. അതുകൊണ്ട് പൊട്ടിക്കറിയാൻ പറയുമ്പോൾ ഞങ്ങൾ പൊട്ടിക്കറിയും, പൊട്ടിച്ചിരിക്കാൻ പറയുമ്പോൾ പൊട്ടിച്ചിരിക്കും. അതുകൊണ്ടാണ് ഇവർ മനസ്സാടിപ്പോകുന്നത്. അത് പലപ്പോഴും സ്റ്റെബിലിറ്റി കിട്ടാതെ പോകുന്നത്. അനുഗ്രഹം പോലെ തന്നെ ഒരു എന്താ പറയുക, ഇതുമാണ്, ശാപവുമാണ്. ശരിക്കും
റഫ് ആൻഡ് ടഫ് എന്നുള്ള മൈൻഡ് കിട്ടൂല കിട്ടില്ല. എനിക്കൊക്കെ ഇപ്പം പണ്ടൊക്കെ ഞാൻ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ട്രെയിനിൽ പോകുന്ന സമയത്ത് മക്കളെ യാത്രയാക്കാൻ വരുന്ന രക്ഷിതാക്കൾ കരയുമ്പോൾ മക്കൾ കരയും. അപ്പം എന്നോട് കരഞ്ഞു. അപ്പോൾ ഞാൻ കർച്ചീഫ് വയലിട്ട് ഇങ്ങോട്ട് പോകും ടോയ്ലറ്റിൻ്റെ അടുത്തേക്ക്. അല്ല, പൊതുവേ എല്ലാ ആൾക്കാരും അങ്ങനെ എനിക്ക് തോന്നുന്നു. ഇവിടെ ഇങ്ങനെ ആഷ്ഭൂഷ് സംസാരിക്കാന്നല്ലാതെ എല്ലാവരും പൊതുവെ പാവാണ്. എനിക്ക് ആരെക്കൊണ്ട് ഒരു ഉപദ്രവം കലാഭയുടെ ഇത്രയും വർഷം 40 വർഷത്തോളമായി ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഒരാളാണ് മമ്മൂക്ക. മമ്മൂക്ക വെച്ചാൽ മമ്മൂക്കൻ എന്നെ ആദ്യം പരിചയപ്പെടുത്തി കൊടുക്കുന്ന TH കോടമ്പുഴ എന്ന് പറഞ്ഞിട്ട് എഴുത്തുകാരനാണ്. അന്ന് എൻ്റെ അച്ഛൻ മാതൃഭൂമി പ്രൂഫ് റീഡറാണ്. പക്ഷെ അദ്ദേഹത്തിന് പോയി ഞാൻ ഒരിക്കലും ശല്യം ചെയ്യാറില്ല. കാരണം വെച്ചാൽ അപ്പോൾ ഒരിക്കലും ഞാൻ താജ് ഹോട്ടലിൽ പോയപ്പോൾ കാണാൻ പോയപ്പോൾ നിങ്ങൾ നടനായില്ലേ, അത് ഏറ്റവും വലിയൊരു കോംപ്ലിമെൻറ്റാണ്. കാരണം അദ്ദേഹം എപ്പോഴും ഒന്ന് ഞാൻ നമസ്കരിച്ച് കുറച്ച് മാത്രം സംസാരിക്കും. പക്ഷെ നമ്മളും എപ്പോഴും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ പോയി കാണണമെന്നൊക്കെ തോന്നും. പക്ഷേ എന്തോ എനിക്ക് പോകാൻ തോന്നാറില്ല. പിന്നെ ആദ്യം ഞാൻ അച്ഛനും മാതൃഭൂമിയൊക്കെ പിന്നെ ഓരോരുത്തർക്ക് അവർക്കും അവരുടേതായ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളൊരു